നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? പെട്ടെന്ന് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടം ചിത്രം വരയ്ക്കുക. അടുത്തത് പോലീസാവേ. മൂന്ന് വാക്കോ? മൂവി കാണാ. ഞാൻ മൂന്ന് വാക്ക് കേട്ടത്. സിനിമ കാണാ, മൂവി, ഡ്രോയിങ്. ഇത്രയൊക്കെ ചിത്രം വരക്കാറുണ്ട് അവിടെ. ഫുട്ബോള് ഈ ആർക്കെങ്കിലും ഉറക്കപ്പൊക്കുണ്ടോ? പിന്നെ എല്ലാവർക്കും വേറെ വേറെ ഇഷ്ടങ്ങളാണ് അല്ലേ? ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മരിച്ചോട്ടോ? മരിക്കൂല, നമ്മളൊക്കെ മരിക്കുമല്ലോ. ഞാനും മരിച്ചു, നിങ്ങളൊക്കെ മരിച്ചു. ഇവര് കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മോട് ചോദിക്കാണ്, അല്ലെങ്കിൽ നമുക്കൊരു വരം തരികയാണ്. എന്ത്? നിങ്ങൾ ഒരു 1.5 മണിക്കൂർ നാട്ടിൽ പോയിക്കോളൂ. 1/2 മണിക്കൂർ നാട്ടിൽ പോയിക്കോളൂ. അങ്ങനെ വന്ന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിരിക്കാൻ അല്ല, വലുതായി മരിച്ചുപോയി അവർ. ഏത് കാലത്ത് പോയാലും വന്നു. നമ്മൾ കാലത്ത് അത്യാവശ്യം കാലൊക്കെ കഴിഞ്ഞ് മരിച്ചു പോയിട്ട് നമുക്ക് 1/2 മണിക്കൂർ നാട്ടിൽ പോയി വന്നു പറയാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടിരിക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല അല്ലേ? എന്തേക്കാരം 6:30 കാണും. 1/2 മണിക്കൂറുള്ളൂ. എത്ര അങ്ങനെ എല്ലാവരും കാണാൻ പറ്റില്ലല്ലോ. ഇതിലൊക്കെ കാണുള്ളൂ അല്ലേ? ഭാഗ്യവാന്മാരെ. പിന്നെ എന്തയ്യാ എന്തായിരുന്നു ആഗ്രഹം എന്ന് ചോദിക്കണത്? പ്രതികാരം ചെയ്യാം അല്ലേ? എന്തയ്യാ? ഒന്നുമില്ല. ഇഷ്ടമല്ല എന്ത് ചെയ്യുന്നതാണ്. 1/2 മണിക്കൂറേ സമയമുള്ളൂ. എല്ലാവരും ആൾക്കാരെ കാണാം അല്ലേ? ആൾക്കാരെ കാണാം. ആദ്യം ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ എത്ര സെക്കൻഡ് എടുത്തു ആലോചിച്ച് മറുപടി പറയാം? ഈ ചോദ്യം കേട്ടപ്പോഴോ ഒരു 10 വട്ടം ആലോചിക്കേണ്ടി വരും എന്താ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ആദ്യത്തെ ചോദ്യം നമ്മൾ ഒരുപാട് കേട്ടതാണ്, പല സ്ഥലത്തും കേട്ടതാണ് അല്ലെ? നമുക്ക് സുപരിചിതമായ ചോദ്യമാണ്. പക്ഷെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് ആ ചോദ്യം സുപരിചിതമല്ല. നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ചിന്തിച്ചിട്ട് പോലില്ല. ഇന്നാണ് എന്ത് ചെയ്തത്, ഒന്ന് ചിന്തിച്ചത്. ഇതേപോലെ ആയിരിക്കും നമ്മുടെ ലൈഫിന്റെ മുന്നോട്ട് പോക്കിലുള്ള പല സാഹചര്യങ്ങളും. നമുക്ക് അറിയുന്നതും ഉണ്ടാവും, അറിയാത്തതും ഉണ്ടാവും, നമ്മൾ ചിന്തിച്ചതും ഉണ്ടാവും, ചിന്തിക്കാത്തതും ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? യുക്തിപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പറ്റണം.